മനുഷ്യൻ ബഹിരാകാശത്ത് നിന്ന് ആദ്യമായി ഭൂമിയെ കണ്ടത് 61 വർഷം മുമ്പ് ഏപ്രിലിൽ ആയിരുന്നു. റഷ്യക്കാരനായ യൂറി ഗഗാറിൻ എന്ന 24-കാരനാണ് ആദ്യമായി ബഹിരാകാശത്ത് പോയതും അവിടെ നിന്ന് ആദ്യമായി ഈ നീലഗോളത്തെ അടങ്ങാത്ത അമ്പരപ്പോടെ കണ്ടതും. 1961 ഏപ്രിൽ 12 ഗഗാറിൻ്റെ യാത്രയോടെ മനുഷ്യകുലത്തിൻ്റെ ചരിത്രം തന്നെ ഗഗാറിൻ്റെ യാത്രയ്ക്ക് മുമ്പും പിമ്പും എന്ന നിലയിൽ പിരിഞ്ഞു. ഈ ഏപ്രിലിൽ ഇക്കഥ പറയുമ്പോൾ മറ്റൊരു ചരിത്രം കൂടി പിറന്നിരിക്കുന്നു. ബഹിരാകാശ പേടകങ്ങൾ ഭൂമിയിൽ തിരിച്ചിറക്കി അടക്കം ചെയ്യുന്ന ദക്ഷിണ പസഫിക് സമുദ്രത്തിലെ പോയിന്റ് നെമോയിൽ ആദ്യമായി ഒരു മനുഷ്യൻ നീന്തിയെത്തി. ബ്രിട്ടീഷ് സഞ്ചാരിയും വ്യവസായിയുമായ 62-കാരൻ ക്രിസ് ബ്രൗൺ ആണ് 10 ദിവസം കപ്പലിൽ സഞ്ചരിച്ചും തുടർന്ന് നീന്തിയും ഇവിടെ എത്തിയത്. ഈ ഭൂമിയിൽ കരയിൽ നിന്നും ഏറ്റവും അകലെയുള്ള കടൽ പ്രദേശമാണ് പോയിന്റ് നെമോ. ഇവിടെ നിന്ന് 2688 കിലോമീറ്റർ ദൂരമുണ്ട് ഏറ്റവും അടുത്ത കരയിലേക്ക്. ആ കഥ വിശദമായി പറയും മുമ്പ് ഗഗാറിലേക്ക് മടങ്ങി വരാം. റഷ്യയും അമേരിക്കയും തമ്മിൽ ശീതയുദ്ധം മൂർധന്യത്തിലായ കാലത്താണ് ഗഗാറിൻ്റെ യാത്ര. ബഹിരാകാശത്ത് ആരാദ്യം സമഗ്രാധിപത്യം നേടുമെന്ന ചോദ്യത്തിലായിരുന്നു ആ പുറപ്പാട്. അതുകൊണ്ട് തന്നെ ഗഗാറിൻ പോയതും വന്നതുമെല്ലാം അതീവ രഹസ്യമായി. എന്നാൽ ഗഗാറിൻ തിരിച്ചിറങ്ങി 24 മണിക്കൂറിനുള്ളിൽ ആഗോള സൂപ്പർ സ്റ്റാറായത് ചരിത്രം. 1957 ഗഗാറിൻ്റെ യാത്രയ്ക്ക് 4 കൊല്ലം മുമ്പ് ആണ് സ്പുട്നിക് ഉപഗ്രഹം വിക്ഷേപിച്ച് റഷ്യ മേൽക്കൈ നേടുന്നത്. ഭൂമിയെ ചുറ്റുന്ന ആദ്യ കൃത്രിമ ഉപഗ്രഹമായ സ്പുട്നിക്കിൽ നിന്നുള്ള ബീപ്പ് സിഗ്നലുകൾ അമേരിക്കയെ വല്ലാതെ പരിഭ്രാന്തിയിലാഴ്ത്തുകയും നാണം കെടുത്തുകയും ചെയ്തു. ഈ കാലയളവിനെ സ്പുട്നിക് ഷോക്ക് എന്ന പേരിൽ ചരിത്രം വിശേഷിപ്പിക്കുന്നു. ആ ഞെട്ടൽ തുടങ്ങി 4-ാം കൊല്ലമാണ് ഗഗാറിൻ്റെ ബഹിരാകാശ യാത്ര. അമേരിക്കയെ ഒന്നുകൂടി വിറപ്പിക്കണമെന്ന ആഗ്രഹത്താൽ റഷ്യ മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള പദ്ധതിയുടെ ഒരു വിവരവും പുറത്തു വിട്ടിരുന്നില്ല. ഒരു റോക്കറ്റിൽ ഒരു ഉപഗ്രഹം തൊടുത്തുവിടുന്നത് പോലെയല്ലല്ലോ ഒരു മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കുന്നത്. ഗുരുത്വാകർഷണം കുറയുമ്പോൾ മനുഷ്യ ശരീരത്തിന് എന്ത് സംഭവിക്കും? ശൂന്യാകാശത്തെ റേഡിയേഷൻ എങ്ങനെ ബാധിക്കും? ശരീരത്തിന് കവചമായി എന്തുതരം വസ്ത്രം വേണം? യാത്രികൻ്റെ പേടകം എങ്ങനെയായിരിക്കണം? അതിൽ എങ്ങനെ കയറി ഇരിക്കണം? എങ്ങനെ തിരിച്ചിറങ്ങും? മുൻ അനുഭവങ്ങൾ ഒന്നും തന്നെയില്ല, അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. വിക്ഷേപിക്കുമ്പോഴും മടങ്ങുമ്പോഴും പേടകം നേരിടുന്ന കൊടുംചൂടിനെ എങ്ങനെ അതിജീവിക്കുക എന്ന ചോദ്യം ശാസ്ത്രജ്ഞരെ ഉലച്ചുകൊണ്ടിരുന്നു. ഗഗാറിന് യാത്ര ചെയ്യാൻ റഷ്യ ഒരുക്കിയ വോസ്റ്റോക്ക് എന്ന പേടകത്തിന് 2.5 ടൺ ഭാരമുണ്ടായിരുന്നു. കോൺ ആകൃതിയിലുള്ള ഇതിൻ്റെ വ്യാസം 7 അടിയും നീളം 16 അടിയുമായിരുന്നു. റഷ്യയുടെ ബഹിരാകാശ പദ്ധതിയുടെ ഭാഗമായി ഗഗാറിനടക്കം 6 പേർക്കാണ് പരിശീലനം നൽകിയത്. പാവൽ പോവിച്ച്, വാലന്റിന തെരഷ്കോവ, ആഡ്രിയാൻ നിക്കാലോവ്, വലേറി വൈക്കോവ്സ്കി, ജർമൻ ടിറ്റോ എന്നിവരായിരുന്നു സഹയാത്രികരായി പരിശീലനത്തിനുണ്ടായിരുന്നത്. ഇവരെല്ലാം പിന്നീടുള്ള വിക്ഷേപണങ്ങളിൽ യാത്രികരായപ്പോൾ ആദ്യമായി ബഹിരാകാശത്തെത്തിയ വനിത എന്ന പദവി വാലന്റിന തെരഷ്കോവയ്ക്ക് മാത്രമായി കിട്ടി. 6 പേരെ തിരഞ്ഞെടുത്ത് നീണ്ട പരിശീലനം നൽകുമ്പോഴും എന്താണ് ലക്ഷ്യം എന്ന് മാത്രം വ്യക്തമാക്കിയിരുന്നില്ല. എന്തിന്? പുറപ്പെടുന്നതിന് 24 മണിക്കൂർ മുമ്പ് മാത്രമാണ് താൻ ബഹിരാകാശത്തേക്കാണ് പോകുന്നതെന്ന് വിവരം ഗഗാറിനെ അറിയിക്കുന്നത്. മടങ്ങി വരാത്ത യാത്രയാണിതെന്ന് ഉറപ്പിച്ച ഗഗാറിൻ ഭാര്യയ്ക്ക് അവസാന കത്തുവരെ എഴുതി വെച്ചു. 1957 സ്പുട്നിക്കിൻ്റെ വിക്ഷേപണ വിജയത്തോടെ ജീവികളെ ശൂന്യാകാശത്തയച്ച് പരീക്ഷണം തുടരണം എന്നൊരാശയം അന്നത്തെ റഷ്യൻ ബഹിരാകാശ ശാസ്ത്രജ്ഞനായ കോറിലോവ് മുന്നോട്ട് വച്ചിരുന്നു. അതിന് സോവിയറ്റ് റഷ്യൻ പ്രസിഡന്റ് ക്രൂഷ്ചേവ് സമ്മതം മൂളുകയും ചെയ്തു. തുടർന്ന് ജീവികളെ കയറ്റിയുള്ള റോക്കറ്റുകൾ കസാഖിസ്ഥാനിൽ നിന്നും പരീക്ഷിച്ചു തുടങ്ങി. ചില റോക്കറ്റുകൾ പൊട്ടിച്ചിതറിയപ്പോൾ ചിലത് ശൂന്യാകാശത്ത് വിജയകരമായി എത്തിയെങ്കിലും ജീവികൾ ചത്തുമടങ്ങി വന്നു. അവിടെ ചത്തൊടുങ്ങിയവയും ഏറെയുണ്ട്. അതിലൊന്നാണ് ലൈക്ക എന്ന നായ. ബഹിരാകാശത്ത് എത്തിയ ലൈക്ക ആദ്യ മിനിറ്റുകളിൽ തന്നെ ജീവൻ വെടിഞ്ഞു എന്നാണ് പിന്നീട് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അത് പേടകത്തോടൊപ്പം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുകയും ചിതാഭസ്മമായി ഈ ഭൂമിയിൽ പതിക്കുകയും ചെയ്തിട്ടുണ്ടാവണം. പക്ഷേ അത് എന്ന് സംഭവിച്ചു എന്നുള്ളത് ചരിത്രത്തിൽ ഇന്നേ വരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ 1960 ആഗസ്റ്റിൽ കോറിലോവിൻ്റെ പരിഷ്കരിച്ച റോക്കറ്റിൽ ഒരു കൂട്ടം ജീവികൾ ശൂന്യാകാശത്ത് പോയി ജീവനോടെ മടങ്ങി വന്നു. അതിൽ 2 നായയും 40 എലിയും 1 മുയലും 1 പെട്ടി നിറയെ ഈച്ചയും ഉണ്ടായിരുന്നു. ഈ വിജയത്തെ തുടർന്നാണ് മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കാനുള്ള പദ്ധതിക്ക് ക്രൂഷ്ചേവ് പച്ചക്കൊടി വീശിയത്. അങ്ങനെ ഗഗാറിൻ്റെ ദിനം വന്നെത്തി. കസാഖിസ്ഥാനിൽ
വിക്ഷേപണത്തറയിലെ കൂറ്റൻ റോക്കറ്റിനടുത്തേക്ക് ഗഗാറിനെയും പകരക്കാരനായ യാത്രികനെയും പരിശീലന കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുപോയത് ഒരു ചെറിയ ബസ്സിലായിരുന്നു. ഇടയ്ക്ക് വെച്ച് ബസ് നിർത്താൻ ഗഗാറിൻ ആവശ്യപ്പെട്ടു. ഒന്നിനു പോകണം. ബസ്സിന് പുറത്തിറങ്ങി പിന്നിലെ വീലിന്മേൽ കാര്യം സാധിച്ചു. പിൽക്കാലത്ത് ഇത് ബഹിരാകാശ യാത്രികരുടെ ആചാരമായി. എല്ലാ സോവിയറ്റ് യാത്രികരും ലോഞ്ച് പാഡിലേക്കുള്ള യാത്രാമധ്യേ ബസ്സിൽ നിന്നിറങ്ങി വീലിന്മേൽ മൂത്രമൊഴിക്കും. അതും പിൻഭാഗത്തെ വീലിൽ. ഇന്നലെ ചെയ്ത ഒരബദ്ധം, ഇന്നത്തെ ആചാരം, നാളെ ശാസ്ത്രമതാകാം, സമ്മതം മൂളായിക രാജൻ എന്ന് കുമാരനാശാന്റെ വരികൾ ഓർത്തുപോകുന്നു. ഗുരുത്വാകർഷണം തീരെ കുറവുള്ള ശൂന്യാകാശത്ത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും? പെട്ടെന്നൊരു ബോധക്ഷയം ഉണ്ടായാൽ? അതുകൊണ്ട് തന്നെ ഗഗാറിൻ്റെ പേടകത്തിൻ്റെ നിയന്ത്രണം അദ്ദേഹത്തിന് മാത്രം വിട്ടുകൊടുത്തില്ല. ഭൂമിയിലിരുന്നുള്ള നിയന്ത്രണം മാത്രം എന്ന് തീരുമാനിച്ചു. അടിയന്തര ഘട്ടം വന്നാൽ പേടകം പ്രവർത്തിപ്പിക്കാനുള്ള കോഡ് നമ്പർ ഒരു കവറിലാക്കി മുദ്ര വെച്ച് പേടകത്തിൽ തന്നെ വെച്ചിരുന്നു. എന്നാൽ ബോധക്ഷയം വരാവുന്ന ഘട്ടത്തിൽ എന്തു കോഡ്? പേടകത്തിൽ കയറും മുമ്പ് 3-4 സഹപ്രവർത്തകരെങ്കിലും ഗഗാറിനോട് രഹസ്യമായി കോഡ് നമ്പർ പറഞ്ഞു. 125. വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കും പോലെ ഷൂസ് അഴിച്ചു വെച്ചിട്ടാണ് ഗഗാറിൻ പേടകത്തിനുള്ളിലേക്ക് കടന്നത്. ആ ഭവ്യത എഞ്ചിനീയർ കോറിലോവിന് ഇഷ്ടമായെങ്കിലും ഷൂസ് ഇടാൻ തന്നെ നിർദ്ദേശിച്ചു. റോക്കറ്റ് കുതിച്ചുയരുമ്പോൾ ഗഗാറിൻ്റെ ആദ്യ പ്രതികരണം ലെറ്റസ് ഗോ എന്നായിരുന്നു. ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് പഠിപ്പിച്ചതല്ല. ആ പ്രതികരണവും പിന്നീട് ഒരു കീഴ്വഴക്കമായി മാറി. റഷ്യയിൽ നിന്ന് കുതിച്ചുയരുന്ന എല്ലാ റോക്കറ്റിലെയും യാത്രികർ ലെറ്റസ് ഗോ എന്ന് പറയാൻ തുടങ്ങി. 1 മണിക്കൂർ 48 മിനിറ്റാണ് ഗഗാറിൻ ബഹിരാകാശത്ത് ചുറ്റിയത്. ഇതിൽ അരമണിക്കൂറോളം ഗഗാറിനും ഭൂമിയുമായി ബന്ധമുണ്ടായിരുന്നില്ല. കാരണം ഭൂമിയുടെ മറുവശത്തെത്തുന്ന ഗഗാറിൻ്റെ പേടകവുമായി ബന്ധപ്പെടാൻ റഷ്യയ്ക്ക് കഴിഞ്ഞില്ല. രഹസ്യമായാണല്ലോ ഗഗാറിൻ്റെ യാത്ര. അങ്ങനെ വരുമ്പോൾ അന്യരാജ്യത്ത് നിലയം സ്ഥാപിച്ച് വാർത്താവിനിമയം സ്ഥാപിക്കാനുമാകില്ല. ആ സാഹസവും ഗഗാറിൻ വിജയകരമായി നേരിട്ടു. എന്നാൽ ഗുരുതരമായ പ്രതിസന്ധികൾ വിക്ഷേപണത്തിലും മടങ്ങിവരവിലും ഉണ്ടായി. 230 കിലോമീറ്റർ ഉയരമുള്ള ഭ്രമണപഥമാണ് നിശ്ചയിച്ചിരുന്നതെങ്കിൽ എത്തിയത് 327 കിലോമീറ്റർ ഉയരത്തിൽ. താഴ്ന്ന ഭ്രമണപഥത്തിലാണെങ്കിൽ എഞ്ചിൻ തകരാർ സംഭവിച്ചാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പേടകം താഴ്ന്ന് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കും. ഉയരം കൂടിയ ഭ്രമണപഥത്തിലാണെങ്കിൽ മാസങ്ങളെടുക്കും. വോസ്റ്റോക്ക് പേടകത്തിൽ 10 ദിവസത്തേക്കുള്ള വായുവും വെള്ളവും ഭക്ഷണവും മാത്രമേ കരുതിയിരുന്നുള്ളൂ. അത്ഭുതമെന്ന് പറയട്ടെ, ഉയർന്ന ഭ്രമണപഥത്തിൽ നിന്നും അപായമൊന്നുമില്ലാതെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഗഗാറിന് പ്രവേശിക്കാനായി. എന്നാൽ അവിടെ ഭീതിജനകമായ അവസ്ഥ കാത്തിരിക്കുകയായിരുന്നു. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്കുള്ള ഗഗാറിൻ്റെ പേടകം പ്രവേശിക്കുന്ന വേളയിൽ തന്നെ അതിനോട് ചേർന്നുള്ള സർവീസ് മോഡ്യൂൾ വേർപെടുത്തണം. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഗഗാറിൻ്റെ പേടകം പ്രവേശിക്കുന്ന വേളയിൽ തന്നെ അതിനോട് ചേർന്നുള്ള സർവീസ് മോഡ്യൂൾ വേർപെടുത്തണം. യാത്രികന് വേണ്ട വെള്ളവും ഭക്ഷണവും മറ്റും കരുതുന്നത് സർവീസ് മോഡ്യൂളിലാണ്. മടക്ക യാത്രയിൽ അതിൻ്റെ ആവശ്യവുമില്ല. മാത്രമല്ല, ആ ഭാരം ഒഴിവാക്കുന്നത് പേടകത്തിൻ്റെ ഭൂമിയിലേക്കുള്ള പ്രവേശനം സുഗമമാക്കും. ഗഗാറിൻ്റെ പേടകത്തോടൊപ്പം സർവീസ് മോഡ്യൂളും അന്തരീക്ഷത്തിലേക്ക് പ്രവേശിച്ചു. വായുവുമായുള്ള ഉരസലിൽ 3000 ഡിഗ്രി വരെ ഉയർന്ന താപനിലയിൽ സർവീസ് മോഡ്യൂൾ തീഗോളമായി പായുന്നത് ഗഗാറിന് കാണാമായിരുന്നു. എല്ലാം അവസാനിക്കുകയാണെന്ന് കരുതിയ നിമിഷം അത് വേർപെട്ടു. ഗഗാറിൻ്റെ ആശ്വാസം പക്ഷേ അല്പനേരത്തേക്ക് മാത്രമായിരുന്നു. ഭൂമിയിൽ നിന്ന് 7 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ പേടകത്തിൽ നിന്നും പുറത്തു ചാടി നിലത്തിറങ്ങാനായിരുന്നു പദ്ധതി. ഇന്നത്തെ പോലെ പേടകം തിരികെ ഭൂമിയിലെത്തി അതിൽ നിന്നും യാത്രികൻ രക്ഷപ്പെടുന്ന രീതിയിലായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു സാങ്കേതികവിദ്യ വികസിപ്പിച്ചിരുന്നില്ല. അങ്ങനെ 7 കിലോമീറ്റർ ഉയരത്തിലെത്തിയപ്പോൾ പേടകത്തിൻ്റെ വാതിൽ തുറന്ന് ചാടാൻ ശ്രമിച്ചപ്പോഴാകട്ടെ അത് അനങ്ങുന്നുമില്ല. പേടകം അതിവേഗം താഴുകയാണ്. ഏതോ ഒരു ഭാഗ്യനിമിഷത്തിൽ വാതിൽ തുറന്ന് ഗഗാറിൻ ചാടി. അപ്പോൾ വീണ്ടും കുരുക്ക്. പാരച്യൂട്ടിൻ്റെ 2ാം ഘട്ടം നിവരുന്നില്ല. ലക്ക് തെറ്റിയാൽ ഗഗാറിൻ വോൾഗ നദിയിൽ വീഴുമെന്നായി. ഒടുവിൽ അവിടെയും ഭാഗ്യം തുണച്ചു. 2ാമത്തെ പാരച്യൂട്ട് തുറന്നു. ഇറങ്ങാൻ നിശ്ചയിച്ചിരുന്നിടത്ത് നിന്ന് 300 കിലോമീറ്റർ മാറി ഒരു കൃഷിയിടത്തിലാണ് ഗഗാറിൻ ലാൻഡ് ചെയ്തത്. പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു സ്ത്രീയും മകളും വിചിത്ര ജീവിയെ കണ്ട് നിലവിളിച്ചു. അവരെ സമാധാനിപ്പിച്ച് കാര്യം ബോധ്യപ്പെടുത്താൻ ഗഗാറിൻ വല്ലാതെ വിഷമിച്ചു. ആ കൃഷിയിടത്തിൽ നിന്ന് അതേ വേഷത്തിൽ ഏറെ നേരം നടന്ന് ഒരിടത്തെത്തി മോസ്കോയിലേക്ക് ഫോൺ ചെയ്ത് വിവരം അറിയിക്കാൻ ഗഗാറിൻ പിന്നെയും പണിപ്പെട്ടു. ഗഗാറിൻ സഞ്ചരിച്ച പേടകമാകട്ടെ നിശ്ചിത സ്ഥലത്ത് തന്നെ ഗഗാറിന് മുമ്പേ വന്നിറങ്ങിയിരുന്നു. ഗഗാറിൻ പാരച്യൂട്ടിലാണ് നിലത്തിറങ്ങിയതെന്ന വിവരം 1971 വരെ റഷ്യ വെളിപ്പെടുത്തിയിരുന്നില്ല. അങ്ങനെ തുറന്നു പറഞ്ഞാൽ അത് ബഹിരാകാശ യാത്രയായി പരിഗണിക്കില്ലെന്ന വിശ്വാസമായിരുന്നു അതിന് പിന്നിൽ. ഇനി പോയിന്റ് നെമോയിലേക്ക് വീണ്ടും വരാം. ഉപഗ്രഹ ശ്മശാനമായ ഇവിടെ 1971 മുതൽ ഇതുവരെ 300ഓളം പേടകങ്ങൾ അടക്കിയിട്ടുണ്ട്.
അമേരിക്കയുടെ സ്കൈലാബും റഷ്യയുടെ മിർ സ്റ്റേഷനും 6 സല്യൂട്ട് പേടകങ്ങളും ജപ്പാന്റെയും യൂറോപ്പിന്റെയും പേടകങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. കാലാവധി കഴിഞ്ഞ നിയന്ത്രണം പാളിയ ബഹിരാകാശ പേടകങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ച് കത്തി അമരുന്നതാണ് പതിവ്. എന്നാൽ വലിയ പേടകങ്ങൾ കത്തിത്തീരാതെ കരയിൽ വീണ് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കാം എന്നതിനാലാണ് പോയിന്റ് നെമോയിലേക്ക് തിരിച്ചിറക്കി സംസ്കരിക്കുന്നത്. ഇനി തിരിച്ചിറക്കി അടക്കം ചെയ്യാനിരിക്കുന്ന വലിയ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ്. 2031 അത് സംഭവിക്കും. സത്യത്തിൽ പോയിന്റ് നെമോയിൽ നിന്ന് ആൾപ്പാർപ്പുള്ള ഏറ്റവും അടുത്ത ഒരു പ്രദേശം അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സ്ഥലമെന്ന് പറയുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയമാണ്. ഭൂമിയിൽ നിന്നും 400 കിലോമീറ്റർ ഉയരത്തിലാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭ്രമണം ചെയ്യുന്നത്. പോയിന്റ് നെമോയിൽ നിന്ന് കരയിലെത്താൻ 2688 കിലോമീറ്റർ ഉള്ളപ്പോൾ ഏറ്റവും അടുത്ത അയൽക്കാർ 400 കിലോമീറ്റർ അകലെ ഉയരത്തിൽ ചുറ്റിക്കൊണ്ടേയിരിക്കുന്നു. ആ ചുറ്റിക്കൊണ്ടിരിക്കുന്ന പേടകമാണ് 2031 ഈ പോയിന്റ് നെമോയിലേക്ക് അന്ത്യവിശ്രമത്തിന് എത്താൻ പോകുന്നത്.